നമ്മുടെ പദയാത്ര എന്ന് വീട്ടിലെത്തിയിരിക്കുകയാണ്. പദയാത്ര വീട്ടിലെത്തിയിരിക്കുകയാണ്. 5 അംഗ പദയാത്രാ സംഘം വീട്ടിലെത്തിയിരിക്കുന്നു. നമുക്ക് ഇന്ന് വീടുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് പഠിക്കാനുള്ളത്. വീട്, താമസം, അക്കോമഡേഷൻ, ഇതൊക്കെ നമുക്ക് പറയേണ്ടതല്ലേ. വീടിന് അറബിയിൽ ബൈത്ത് എന്നാണ് പറയുക. എന്താണ് പറയുക? ബൈത്ത്, അൽ ബൈത്ത്. ഞാൻ വീട്ടിലാണ്. അനഫിൽ ബൈത്ത്, ഞാൻ വീട്ടിലാണ്. അപ്പൊ ബൈത്ത് എന്ന് പറഞ്ഞ വീടാണ്. അതിന് പ്ലൂറൽ ബുയൂത്ത് എന്ന് പറയാം. ബുയൂത്ത് വീടുകളാണ് എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പൊ ബൈത്ത് എന്നാൽ വീടാണ്. ഇനി അതേപോലത്തെ മറ്റൊരു വേർഡാണ്, വീടിന് തന്നെയാണെന്ന് പറയാം, മൻസിൽ. മൻസിൽ, വേൻ മൻസിൽക്കും, അനഫിൽ മൻസിൽ, ഞാൻ വീട്ടിലാണ് എന്ന് പറയാം. മൻസിൽ. നസല എന്ന ഇറങ്ങി എന്നൊരു വാക്കാണ്. അതിൽ നിന്ന് വന്നാണ് മൻസിൽ എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പൊ രണ്ടാമത്തെ നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ ദാറ് എന്നാണ്. അത് സാധാരണ ഉപയോഗിക്കാറില്ല. ദാറ് എന്നാൽ വീട് എന്ന് തന്നെയാണ്. ഇപ്പൊ ഖുർആൻ പോലെ ഖുർആനിലെ ഗ്രന്ഥങ്ങളിലൊക്കെ ദാർ എന്നാണ് പറയുക. ഫിദ്ദാർ, ദാറുക്കും എന്ന്, ദാറ് എന്ന് പഴയ അറബിയിൽ പറയും. ഇപ്പോഴും ചിലരൊക്കെ പറയാറുണ്ട്, എഴുത്തിലും അതുണ്ട്, ദാർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ബൈറ്റാണ്, രണ്ടാമത്തെ മൻസിലാണ്, 3 ദാറാണ്. നാലാമത്തെ അതിന് തന്നെയുള്ള വേറെ പേരാണ് സെക്കൻഡ് അക്കോമഡേഷൻ. സെക്കൻഡ് അശരിക്ക, കമ്പനി അക്കോമഡേഷൻ എന്ന് പറയാം. ഓക്കെ, സെക്കൻഡ്. ഇനി അതിൻ്റെ തന്നെ വേറൊരു പേരാണ് മസ്കൻ. മസ്കൻ, വേൻ മസ്കൻക്കും, മസ്കൻ താമസ സ്ഥലം എന്നാണ് മസ്കൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ കുറെ പഠിച്ചു. ഇനി ആസ്ഥാനം എന്ന് പറയാൻ മഗർ എന്ന് പറയാം. ഹാദാ മഗർന, മഗറു ശരിക്ക, കമ്പനി ആസ്ഥാനം എന്ന് പറയാൻ മഖർ എന്നും, സെന്റർ എന്ന് പറയാൻ മർക്കസ് എന്ന് പറയും. അതൊക്കെ ഏകദേശം ഒന്ന് തന്നെ. മർക്കസ്, ഹാദൽ മർക്കസ്, ഇതാണ് നമ്മുടെ ആസ്ഥാനം, ഇതാണ് നമ്മുടെ സെന്റർ എന്ന് പറയും. ഓക്കെ. ഇനി അവസാനത്തെ ഒരു വാക്ക്, ഇതിൽ രസകരമായ വാക്ക് പറയാം, മിസ്കീൻ എന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്തതാണ്. അപ്പൊ ഒറ്റ വാക്കിന് 5-6 പദങ്ങൾ നമ്മൾ പഠിച്ചു ഒരു വീടിന്. എന്നാൽ അതിലൊന്നും പെടാത്ത, ആ അർത്ഥത്തിലേ അല്ല, പക്ഷെ നമുക്ക് കണ്ട അതാണെന്ന് തോന്നുന്നു. അതിൽപ്പെട്ട മിസ്കീൻ, വല്ലാഹ മിസ്കീൻ, അതൊരു പാവാണ് എന്നറിയും. മിസ്കീൻ എന്നാൽ പാവപ്പെട്ട ആള് എന്നാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുണ്ടല്ലോ, ഒരു പാവാട്ടോ, ആ സാധു പാവം. ഈ സാധു പാവം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടല്ല, അയാളൊരു നേരെ പോണ ആളാണ് എന്ന് പറഞ്ഞാൽ ഒരു സാത്വികനാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സാധുവാണ്, പാവാണ്, അതിന് പറയുന്ന ഒരു പേരാണ്. ഇനി സാമ്പത്തികമായി ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവിടെയും പറയും മിസ്കീൻ, വല്ലാഹ മിസ്കീൻ. അപ്പൊ നമ്മൾ വീട്ടിൽ കയറി വീടുമായി ബന്ധപ്പെട്ട പദങ്ങൾ പഠിച്ചു. ശുക്രാൻ, മഅസ്സലാമ.